ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഇലൂഷൻ ആർട്ടാട്ടോ. വെറൈറ്റി എന്ന് പറഞ്ഞാൽ പിൻട്രസ്റ്റ് നോക്കിയപ്പോൾ കിട്ടിയതാണ്. അല്ലാതെ എൻ്റെ തലയിൽ ഇങ്ങനത്തെ വെറൈറ്റി ബുദ്ധിയൊന്നും ഒതുക്കൂല. വേറെ കാര്യം, ഫസ്റ്റ് ആ വേവി ലൈൻസ് വരച്ചെടുത്തപ്പോൾ ആ CD മാർക്കർ പണി വന്നിട്ടാ. അപ്പോൾ ഞാൻ നേരെ പോയിട്ട് കളർ എടുത്തു. ആ CD മാർക്കറിലാണെങ്കിൽ കളറില്ലേ എന്നിട്ടാ. അപ്പോൾ അത് വീഡിയോയിൽ കാണുന്ന പോലെ വേവ് ലൈൻസ് ഇങ്ങനെ എഡ്ജസ്ക്ക് വരച്ചു കൊടുക്കണ്ടിട്ടാ. ഈ വേവ് ലൈൻസ് മാത്രമേ ഉള്ളൂ എന്ന് ആരും ചോദിക്കരുത്, വിചാരിക്കരുത്. ഇൻട്രസ്റ്റ് നോക്കുമ്പോൾ ഓരോ ഐഡിയാസ് കിട്ടുന്നതാണ്. അത് ഞാൻ അവിടെ നിന്ന് പകർത്തണം. അപ്പോൾ ഈ വേവ് ലൈൻസിൻ്റെ ഉള്ളിൽ ഹൊറിസോണ്ടലും വെർട്ടിക്കലായിട്ട് കുറേ കുഞ്ഞി ലൈൻസ് വരച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ആ വേവ് ലൈൻസിന് ഞാനൊരു ബോർഡർ മാതിരി വരച്ച് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ഫില്ല് ചെയ്യാനുള്ളതാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വേവ് ലൈൻസ് തന്നെ വരച്ചെടുക്കുക. വേവ് ലൈൻസ് കുറേ വേവ് ലൈൻസ് ഉണ്ടാവും, ഡോണ്ട് മൈൻഡ് ഇറ്റ്. പിന്നെ നമ്മൾ ഈ കള്ളി മൈഡ് ഇങ്ങനെ വരക്കുന്നുണ്ട്. അപ്പോൾ ഈ കള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഫില്ല് ചെയ്യാനുള്ള കേട്ടോ. ഞാൻ ഓറഞ്ച് എടുക്കുന്നത് കുറച്ച് വൈബ്രൻ്റ് ആയിട്ട് കളേഴ്സ് എടുക്കുമ്പോഴാണ് ഒന്നും കൂടി രസം. ആദ്യം ഞാൻ ചെയ്ത് പാളിപ്പോയി, അതാണ് ആ ഡോട്ടോ കാണുന്നത്. പക്ഷേ പാളിച്ചകൾ എന്നും എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. തെറ്റിൽ നിന്നാണ് നമ്മൾ ശരികൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ തെറ്റിൽ നിന്ന് നമ്മൾ ഉയർത്തെഴുന്നേൽക്കണം. ആ ഉയർത്തെഴുന്നേറ്റതാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടത്. ഡോട്ടായി പോയി. ഞാനത് ഇത്ര മായ്ക്കാൻ ശ്രമിച്ചിട്ട് പോണില്ല. കളറല്ലേ, എങ്ങനെ പോകാനാണ്? ഓരോ മണ്ടത്തരം. ബോർഡറിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട ബ്ലാക്ക് കളർ. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ്? ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.